ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒട്ടേറെ പ്രതിഭകളുണ്ട്. അതിൽ മഹത്തായ വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. താഴ്ന്ന ജാതിയിൽ ജനിച്ച അംബേദ്കർ കഠിനമായ ജാതി വിവേചനത്തോട് പോരാടിയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും സ്വാധീനമുള്ള സാമൂഹിക രാഷ്ട്രീയ ശില്പികളിൽ ഒരാളായി അദ്ദേഹം ഉയർന്നു വന്നത് ഈ പോരാട്ടത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. അംബേദ്കറെ പോലെ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതിയ നിരവധി മഹാരഥന്മാരുണ്ട് ഈ രാജ്യത്ത്. ഇന്ത്യയുടെ രാഷ്ട്രപതി പദം വരെ അലങ്കരിച്ച KR നാരായണൻ, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്നീ മലയാളികളെല്ലാം പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. എന്നാൽ ഇപ്പോഴും ദളിത് വിഭാഗത്തോടുള്ള വിവേചനങ്ങൾക്ക് പൂർണ്ണമായും മാറ്റം വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് സ്വന്തം കഴിവുകൊണ്ട് പ്രതിഭ തെളിയിച്ചവരാണ് വിനായകനും വേടനുമൊക്കെ. എന്നാൽ അവർക്ക് എന്ത് വൃത്തികേട് കാട്ടാനും പറയാനും ഈ നാട്ടിൽ ആരും ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ലോകം ആദരിക്കുന്ന, സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ തുടർച്ചയായി ആക്ഷേപിക്കുന്ന വിനായകൻ ഒരു പൊതുശല്യമായി മാറുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിനായകൻ നല്ല നടനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതി ആരെയും അസഭ്യം പറയാനും അധിക്ഷേപിക്കാനും അയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? രാഷ്ട്രപിതാവ് ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഉമ്മൻചാണ്ടിയെയും VSനെയും വരെയും അധിക്ഷേപിച്ചിട്ടുള്ള വിനായകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന പോസ്റ്റാണ് ഇട്ടത്. അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അസഭ്യം പറഞ്ഞുള്ള പോസ്റ്റ് വിവാദമായതോടെ അയാൾ അത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പിന്നാലെ സ്വയം ന്യായീകരിച്ചും അടൂരിനെയും യേശുദാസിനെയും വിമർശിച്ചും വീണ്ടും FB കുറിപ്പ്. ഇതോടൊപ്പം ന്യൂസ് 18നെയും വാർത്താവതാരക അപർണ കുറുപ്പിനെയും ഭീഷണിപ്പെടുത്തിയും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ വിനായകനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാട്ടിലുള്ള സകലരെയും വൃത്തികേട് പറയുന്ന ഇയാൾക്കെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഗായകൻ KJ യേശുദാസിനുമെതിരെ വിനായകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേട്ടാൽ അറപ്പുളവാക്കുന്ന അസഭ്യവർഷമായിരുന്നു. ഇരുവരുടെയും ചിത്രം സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് നടൻ അധിക്ഷേപം ഉന്നയിച്ചത്. ഇതിന്റെ പേരിൽ ഒട്ടേറെ പേർ വിമർശനം ഉന്നയിച്ചതോടെ അയാൾ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പിന്നാലെ ആ അധിക്ഷേപക്കുറിപ്പിനെ ന്യായീകരിച്ച് വിനായകൻ വീണ്ടും രംഗത്തെത്തി. വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ എന്നും ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ എന്നും വിനായകൻ ചോദിച്ചു. സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യം നോട്ടം നോക്കിയ ആളല്ലേ അടൂര്? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. ഇതോടൊപ്പം ന്യൂസ് 18നെയും വാർത്താവതാരക അപർണ കുറുപ്പിനെയും ഭീഷണിപ്പെടുത്തിയും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അപർണയുടെ ചിത്രം പങ്കുവച്ചാണ് ഭീഷണി മുഴക്കിയത്. ഉച്ചയ്ക്ക് 1:30 ദ്വയാർത്ഥത്തോടെ അപർണയുടെ ചിത്രം മാത്രം പങ്കുവച്ചെങ്കിൽ പിന്നീട് അത് പിൻവലിച്ച് കൂടുതൽ രൂക്ഷമായ രീതിയിൽ വെല്ലുവിളി മുഴക്കുന്നുണ്ട്. അതിനിടെ KJ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ അസഭ്യം വിളിച്ച സംഭവത്തിൽ വിനായകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പ്രമുഖർക്കെതിരെ ഇത്തരത്തിൽ അവഹേളനം നടത്തുന്നത് അദ്ദേഹത്തിന് ഹരമാണ്. വിനായകന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും DGPക്ക് നൽകിയ പരാതിയിൽ നുസൂർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. നടി ശ്വേതാ മേനോനെതിരായ പരാതിക്കും കേസിനും പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ സിനിമകളുടെ പേരിൽ പരാതി കൊടുത്തത് ആരുടെ ബുദ്ധിയാണ്?
അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പും ശ്വേതയ്ക്കെതിരായ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവം വലിയ വിവാദമായതോടെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട്. അതിനിടെ കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടത് നടിക്ക് ആശ്വാസമാണ്. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടി. കേസിന് പിന്നാലെ ശ്വേതാ മേനോനെ പിന്തുണച്ച് പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. കീഴ്ക്കോടതി നടപടിക്രമം പാലിച്ചില്ലെന്നും മജിസ്ട്രേറ്റ് തിടുക്കം കാട്ടിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹർജി പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കുവാനും നിർദ്ദേശം നൽകി. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്നാണ് ശ്വേതയുടെ വാദം. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ശ്വേതാ മേനോൻ നേരിട്ടത് നിർഭാഗ്യകരമായ അനുഭവമാണെന്നും വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും നടൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാൻ ആളല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേലിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. പരാതി തമാശയായും അനാവശ്യമായും തോന്നുന്നുവെന്നും നടൻ ടൊവിനോയും പ്രതികരിച്ചു. അതേസമയം പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും സജിത്ര ന്യൂസ് 18നോട് പറഞ്ഞു. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് യഥാർത്ഥ പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി തരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മാനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലിൽ പുള്ളിക്കാരുണ്ട്. എന്റെ തെളിവുണ്ട് മേഡം, അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. അമ്മ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കാനിരിക്കെ പരാതിക്കാരന് പിന്നിൽ ഒരു വിഭാഗം താരങ്ങളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കഞ്ചാവ് കേസിൽ പെട്ടപ്പോൾ ക്ഷമ ചോദിച്ചും തെറ്റുപറ്റിയെന്ന് പറഞ്ഞും രംഗത്തെത്തിയവനാണ് റാപ്പർ വേടൻ. അപ്പോൾ മലയാളികൾക്ക് അയാളോട് വലിയ ഇഷ്ടമൊക്കെ തോന്നിയതാണ്. വേടനെ മാതൃകയാക്കണമെന്ന് വരെയും പലരും പറഞ്ഞു. എന്നാൽ ബലാത്സംഗ കേസിൽ പ്രതിയായപ്പോൾ അതിനെ ന്യായീകരിച്ചും ഇരയെ മോശക്കാരിയാക്കിയും രക്ഷപ്പെടാനുള്ള വേടൻ്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ നിയമത്തിന് മുന്നിൽ അയാൾ കീഴടങ്ങണം. ഇതുപോലെ പെൺകുട്ടികളുടെ ജീവിതം പിച്ചു ചീന്തിയവനെ ഇനിയും സർക്കാർ പരിപാടികളിൽ അതിഥിയാക്കണോ എന്ന് നമ്മുടെ ഭരണകൂടം തന്നെ ആലോചിക്കണം.
അതിനിടെ ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന വേടൻ്റെ സംഗീത പരിപാടി സംഘാടകർ മാറ്റിവെച്ചു. ഓളം ലൈവ് എന്ന പരിപാടിക്കെത്തിയാൽ വേടനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിൻ്റെ നീക്കം. വേടൻ എവിടെയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയത്. വേടൻ പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം. മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. എന്നാൽ വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. വേടൻ എവിടെയെന്ന പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി നടപടിയെടുക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വേടന്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് പറയുന്നില്ല. നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് നോക്കും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിലെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലവിലെ ഹൈക്കോടതിയുടെ മുൻപ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റ് വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് നിലവിലെ ചുമതല. അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചു. 5 തവണ പീഡനം നടന്നുവെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരും വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷവും പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി പോലീസിന് കൈമാറി. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ വേടൻ ഫോൺ എടുക്കാതായി എന്നും യുവതി വെളിപ്പെടുത്തി. പിന്മാറ്റം മാനസികമായി തകർത്തു, ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലഹരി തലയ്ക്ക് പിടിച്ചാൽ സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് നേരിട്ട് അനുഭവിച്ച ഒരു അമ്മയുണ്ട് ആലുവയിൽ. ലഹരിക്കടിമയായ മകനാണ് അമ്മയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. മകൻ്റെ ക്രൂരതയിൽ ശ്വാസം നിലച്ചുപോയ നിമിഷം. നാണക്കേടോർത്ത് ആദ്യം അമ്മ സംഭവം പുറത്തു പറഞ്ഞില്ല. എന്നാൽ പീഡനം തുടർന്നതോടെ സഹനത്തിൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോയപ്പോഴാകാം ആ അമ്മ സധൈര്യം നിയമപരിരക്ഷ തേടിയത്. കേസിൽ 30-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മമാർ മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന സംഭവങ്ങൾ നമുക്ക് അപരിചിതമൊന്നുമല്ല. പക്ഷേ ഓരോ തവണയും നെഞ്ചു പിടഞ്ഞേ നമുക്ക് ആ വാർത്ത കേൾക്കാനാകും. ആലുവയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. 30-കാരനായ മകൻ നിരന്തരം ലൈംഗികമായി പീഡിപ്പിക്കുകയാണെന്ന പരാതിയിലാണ് കേസെടുത്തത്. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആലുവ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. മാതാപിതാക്കൾക്കും 24-കാരനായ സഹോദരനുമൊപ്പമാണ് പ്രതിയായ യുവാവും ആലുവയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. മൂത്ത മകൻ വീട്ടിലുള്ളപ്പോൾ പലപ്പോഴും അമ്മയുടെ നിലവിളി കേട്ടിരുന്നതായി അയൽക്കാർ മൊഴി നൽകി. എന്നാൽ ആരും വീട്ടിൽ നടക്കുന്നതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നില്ല. മുമ്പ് അമ്മയെ ഉപദ്രവിച്ചതിന് യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നുവെങ്കിലും വിട്ടയക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലഹരി ഉപയോഗിച്ചതിനും ലഹരി വിൽപ്പന നടത്തിയതിനും നേരത്തെയും ഇയാൾക്കെതിരെ കേസുണ്ട്. മകന്റെ പീഡനം നാണക്കേടോർത്ത് പുറത്തു പറയാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വീട്ടമ്മയെന്നാണ് വിവരം. ഒടുവിൽ സഹികെട്ടപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ സത്യം പുറത്തുവരണം. ജൈനമ്മയ്ക്കും ബിന്ദുവിനും ആയിഷയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണോ എന്ന് കണ്ടെത്തണം. അതിനായി പ്രതി സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങി. ഈ മാസം 13 വരെയാണ് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. വരും ദിവസങ്ങളിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാനും പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്താനുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. കസ്റ്റഡി കാലാവധിയിൽ തന്നെ DNA പരിശോധനാ ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. സങ്കീർണമായ കേസായതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടി ചോദിച്ചത്. ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. പ്രതിക്ക് നിയമസഹായം ഏർപ്പെടുത്താനും കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. എല്ലാ ദിവസവും മെഡിക്കൽ പരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രമേഹം കൂടി വരുന്നതായി സെബാസ്റ്റ്യൻ കോടതി അറിയിച്ചു. കിടക്കുന്നതിനുള്ള സംവിധാനങ്ങളിൽ പോരായ്മയുണ്ട്. ഇത് പരിഹരിക്കണമെന്ന ആഗ്രഹവും കോടതിയെ അറിയിച്ചു. നിയമപ്രകാരമുള്ള സൗകര്യം ചെയ്തു നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP സാജൻ സേവിയറിന് കോടതി നിർദ്ദേശം നൽകി. കസ്റ്റഡി കാലയളവിൽ തന്നെ DNA പരിശോധനാ ഫലം പുറത്തുവരും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കേസിൽ നിർണായകമാകുന്നതും അതുതന്നെ. റിമാൻഡ് കാലാവധി തീരുന്ന സാഹചര്യത്തിൽ 12-ാം തീയതി വീണ്ടും സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് 1 ദിവസം കൂടി കസ്റ്റഡി നീട്ടിവാങ്ങും. ന്യൂസ് 18 കോട്ടയം. ചേർത്തല പള്ളിപ്പുറത്തെ തിരോധാന കേസുകളിൽ പ്രതിയെന്ന് കരുതുന്ന സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു കൊടും കുറ്റവാളിയായി മാറിയത്? ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തിന് 4.5 പതിറ്റാണ്ട് മുൻപത്തെ ഒരു കഥ പറയാനുണ്ട്. അന്ന് അയാൾക്ക് പ്രായം വെറും 17. കുടുംബ പ്രശ്നത്തെ തുടർന്ന് പിതൃ സഹോദര പുത്രനായ സിബിയെ സെബാസ്റ്റ്യൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നാടിനെ നടുക്കിയ തിരോധാന കേസുകളുടെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബന്ധുവായ സിബി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. അതേസമയം ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആദ്യം അന്വേഷണം നടത്തിയ ചേർത്തല പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ബിന്ദുവിൻ്റെ സഹോദരൻ രംഗത്തെത്തി. കേസിൽ വീഴ്ച വരുത്തിയ അന്വേഷണ സംഘം FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം വരുത്തിയതായി പ്രവീൺ ആരോപിക്കുന്നു. സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള നടുക്കുന്ന മൊഴിയാണ് പിതൃ സഹോദരന്റെ പുത്രനായ സിബിയുടെ ഭാഗത്തു നിന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭ്യമായത്. വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനായി കമ്പി വലിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു പകപോക്കൽ. സിബിയുടെ സഹോദരി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് സെബാസ്റ്റ്യൻ ഭക്ഷണത്തിൽ വിഷം കലക്കിയത്. കഴിച്ചപ്പോൾ രുചിവ്യത്യാസമുണ്ടായതിനെ തുടർന്ന് പരിശോധിക്കുകയായിരുന്നു. ഭക്ഷണം കോഴിക്ക് നൽകിയപ്പോൾ അത് ചത്തുപോയതായും സിബി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കഴിച്ചവർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഘട്ടത്തിൽ എലിവിഷമാകാമെന്ന് ഡോക്ടർ പറയുകയായിരുന്നു. അന്ന് സെബാസ്റ്റ്യന് 17 വയസ്സോളമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതേസമയം ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ DNA പരിശോധനയ്ക്കായുള്ള രക്തസാമ്പിൾ നൽകുന്നതിനായി ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തിയ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ചേർത്തല പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. 2017 താൻ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും ആദ്യം കൂട്ടാക്കിയില്ല. ഇങ്ങനെ ഒരു അന്വേഷണമാണോ ഒരു സ്ത്രീയുടെ തിരോധാനത്തിൽ നടക്കേണ്ടതെന്ന് പ്രവീൺ ചോദിക്കുന്നു. ആദ്യത്തെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് 8 പേജുള്ള എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പോയത്. അതിൽ തന്നെ ഈ വസ്തു മറിച്ചു വിറ്റ സ്ത്രീയെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം വിശദമായ ഒരു പരാതിയാണ്. ആ പരാതിക്ക് FIR ഇടാൻ കാല സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോഴുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്.
ഇത് ആദ്യത്തെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ശ്രീ മിസ്സിംഗ് കേസിൽ പിന്നെ FIR ഇടാനൊക്കെ ഒരു ലേറ്റ്. സെബാസ്റ്റ്യൻ തന്റെയും സഹോദരി ബിന്ദുവിന്റെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് 3 ഏക്കറോളം ഭൂമിയാണ്. ബന്ധുക്കളെയും തന്നെയും ബിന്ദു ജീവനോടെ ഉണ്ടെന്ന് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. 100% ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ബിന്ദു പത്മനാഭനെ കാണാതായി എന്ന് പറഞ്ഞ് വെറുതെ ഒരു പരാതിയല്ല ഞാൻ. അതിനകത്ത് ഞാനത് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യനിലേക്ക് പോകുന്നത്? ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം സെബാസ്റ്റ്യനായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു. ഈ വസ്തു മറിച്ച് വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ച് വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ഒരു പ്രാവശ്യം പോയി ചോദിക്കുക, നേരിട്ട് കണ്ട്. അത് പുള്ളി അതിന് സമയം തരാൻ തന്നെ 4 മാസം ഒന്ന് കാണാൻ സെബാസ്റ്റ്യൻ. അപ്പോൾ പല രീതിയിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ലേഡി വരുന്നു. എപ്പോൾ ഞാൻ ചെല്ലുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു, പിന്നെയും വരുന്നൊരു ഡേറ്റ് വരുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഡോക്യുമെൻ്റ് എടുക്കാറുണ്ട്. ഡോക്യുമെൻ്റ് കൂടെ വച്ചിരിക്കും പോയിരിക്കുകയാണ്. ആ ലേഡിയുടെ ഫോൺ നമ്പർ അറിയില്ല, ആ ലേഡി എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. നിലവിലെ കേസന്വേഷണം തൃപ്തികരമാണെന്നും പ്രവീൺ വ്യക്തമാക്കി. ബിന്ദു അടക്കമുള്ളവരുടെ തിരോധാന കേസുകളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസ് ആ നാടിനെ മാത്രമല്ല ഈ രാജ്യത്തെ തന്നെ നടുക്കിയ ഭയാനകമായ കഥയാണ്. ഏറെ ദുരൂഹമായ കൊലപാതക പരമ്പര അന്വേഷിക്കാൻ തീവ്രവാദ വിരുദ്ധ ഏജൻസികൾ എത്തുമോ? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെ കേസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ പ്രാഥമിക പരിശോധന ആരംഭിച്ചു. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ പോയിന്റ് 13 മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് തുടരാനാണ് SITയുടെ തീരുമാനം. മാർക്ക് ചെയ്യാനുള്ള പോയിന്റ് 14 15 തിരച്ചിൽ ഏറെ നിർണായകമായിരിക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ഇത് സംബന്ധിച്ച സാധ്യത തേടി ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ പ്രാഥമിക പരിശോധന ആരംഭിച്ചു. ഓഗസ്റ്റ് 2 ഇത് സംബന്ധിച്ച പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. കേസിന് അന്താരാഷ്ട്ര ശ്രദ്ധ കൈവരിച്ചതായും ഇത് ഇന്ത്യയുടെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് എന്നും പരാതിയിലുണ്ട്. പരാതി ഓഗസ്റ്റ് 4 CTCRന് കൈമാറി. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടെ 13ാം പോയിന്റിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധന ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് ഇവിടെ വിശദമായ പരിശോധന നടത്താനാണ് SITയുടെ ആലോചന. നേത്രാവതിപ്പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിന് സമീപമാണ് 13ാം പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്. അടയാളപ്പെടുത്തിയയിടത്ത് കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് മൊഴി. റോഡിനോട് ചേർന്നുള്ള സ്ഥലം കൂടിയാണിത്. ഇവിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി 6 സാക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 13ാം പോയിന്റ് ശ്രദ്ധേയമാകുന്നത്. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ ഇവിടെ 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 6 മാധ്യമപ്രവർത്തകർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇവർ ബെൽത്തങ്ങാടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ D ഗ്യാങ് ആണെന്നാണ് ആരോപണം.
മാർക്ക് ചെയ്യാനുള്ള 14-15 പോയിന്റുകളും നിർണായകമാണ്. ആരോപണ വിധേയരായ വ്യക്തികളുടെ എസ്റ്റേറ്റിലാണ് ഈ ഇടങ്ങൾ വരുന്നത്. കോടതി ഉത്തരവോടുകൂടി ഇവിടെ പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ആരാണ് ധർമ്മസ്ഥലയെ അടക്കി ഭരിക്കുന്ന ഡി ഗ്യാങ്? കർണാടകയെ നടുക്കിയ കൊലപാതക പരമ്പരയ്ക്കൊപ്പമാണ് ഡി ഗ്യാങ് എന്ന പേരും പുറം ലോകം കേട്ടു തുടങ്ങിയത്. എന്നാൽ ധർമ്മസ്ഥലയിൽ മാത്രമല്ല, കർണാടകയിൽ മുൻപ് തന്നെ കുപ്രസിദ്ധമാണ് ഈ ക്രിമിനൽ സംഘം. കൊല്ലും കൊലയും ആക്രമണവും പതിവാക്കിയ കൊടും കുറ്റവാളികളുടെ സംഘം. ഇവരെ പേടിച്ചാണ് പലരും പലതും മറച്ചുവെച്ചത്. പോലീസ് പോലും കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത്. ധർമ്മസ്ഥലയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ഗ്യാങ്ങിനെ കൂട്ടാൻ കഴിയണം. ഡി ഗ്യാങ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെയാണ്. ദാവൂദിന്റെ ഡി കമ്പനി ഡി ഗ്യാങ് എന്ന പേരിലും കുപ്രസിദ്ധമാണല്ലോ. എന്നാൽ ഇപ്പോൾ വാർത്തകൾ നിറയുന്ന ഡി ഗ്യാങ്ങുമായി ദാവൂദിന് ഒരു ബന്ധവുമില്ല. കർണാടകയിലെ ക്ഷേത്രനഗരമായ ധർമ്മസ്ഥലയെ പതിറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന സംഘമാണ് ഡി ഗ്യാങ്. ഡി എന്നാൽ അത് ധർമ്മസ്ഥല എന്നതിന്റെ ചുരുക്കെഴുത്താണ്. ധർമ്മസ്ഥലയിലെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയപ്പെടാനായി റിക്ഷകളിൽ ഡി എന്ന് എഴുതിയെടുത്തു തുടങ്ങുന്നു ഡി ഗ്യാങ്ങിന്റെ ചരിത്രം. ആദ്യമൊക്കെ അത് നിർദോഷമായിരുന്നെങ്കിൽ പിന്നീട് കണ്ടത് ഡി ഗ്യാങ് എന്ന കുപ്രസിദ്ധ സംഘമായി അത് വളരുന്നതാണ്. മറ്റു വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഇന്ന് ഡി ഗ്യാങ്ങിന്റെ ഭാഗമാണ്. ഇവിടുത്തെ എല്ലാ ഓട്ടോറിക്ഷക്കാരും കുഴപ്പക്കാരാണെന്നല്ല, ഉപജീവനം തേടി രാപ്പകൽ റിക്ഷ ഓടിക്കുന്ന പാവങ്ങൾക്കും പേരുദോഷമാണ് ഇന്നത്തെ ഡി ഗ്യാങ്. ഏതാണ്ട് 4000 ഏക്കറിലധികം പരന്നുകിടക്കുന്നതാണ് ഈ പ്രദേശം. ഭയം വിതറിയാണ് ഡി ഗ്യാങ് തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്തിയിരുന്നത്. ക്രമസമാധാന പാലനവും ഗുണ്ടായുസവും ഒക്കെ ഒരേ സംഘം തന്നെ നടത്തിയാൽ എന്താകും അവസ്ഥ? അതാണ് ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ്. ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് ഡി ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ കരുത്ത്. പ്രമാണിമാർക്ക് വേണ്ടി എന്തു കുളരതായ്മയും ചെയ്യുന്നവർ ഡി ഗ്യാങ്ങിലുണ്ട്. ഒരു കാലത്ത് ഡി ഗ്യാങ് അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്നതായിരുന്നു ധർമ്മസ്ഥലയിലെ അവസ്ഥ. ധർമ്മസ്ഥലയ്ക്ക് പുറത്ത് കർണാടക ആകെയും പരന്നുകിടക്കുന്നതാണ് ഇന്ന് ഡി ഗ്യാങ്ങിന്റെ സ്വാധീനം. മറ്റു മാഫിയകളുമായും കൂട്ടുചേർന്നതോടെ ഡി ഗ്യാങ്ങിനെ അകറ്റി നിർത്താൻ രാഷ്ട്രീയക്കാർക്ക് കഴിയാതെയായെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. പോലീസിനുള്ളിലും ഡി ഗ്യാങ്ങിന് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദശകങ്ങൾക്ക് മുമ്പുള്ള ദുരൂഹ മരണങ്ങൾ പോലും ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളായി തുടരുന്നു. ഇപ്പോഴും ധർമ്മസ്ഥലയിലെ ഓട്ടോറിക്ഷകളിൽ ഡി എന്ന അടയാളമുണ്ട്. ആദ്യകാലത്ത് ധർമ്മസ്ഥലയെ പ്രതിനിധീകരിക്കാൻ മാത്രം ഉദ്ദേശിച്ചിരുന്ന ഈ അടയാളം ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നു. ഡി ഗ്യാങ്ങിന്റെ കരുത്ത് ഇന്നും ഒട്ടും ചോർന്നിട്ടില്ലെന്നതാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ. ഏറ്റവും ഒടുവിൽ പരസ്യമായി രംഗത്തിറങ്ങിയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഡി ഗ്യാങ് ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ പെൺകുട്ടികളെ നഷ്ടമായ കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വേണം. ഭൂമിക്കും സമ്പത്തിനും വേണ്ടി ജീവൻ നഷ്ടമായവർക്ക് നീതി ലഭിക്കണം. അതിനായുള്ള പോരാട്ടത്തിൽ ഡി ഗ്യാങ്ങിനെതിരെ ആക്ഷൻ കൗൺസിലിനൊപ്പം അണിചേർന്നവരിൽ സാധാരണക്കാരും സ്ത്രീകളുമെല്ലാമുണ്ട്. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടപ്പെട്ട രഹസ്യങ്ങൾ പുറത്തായാൽ അവസാനിക്കുക ഡി ഗ്യാങ് മാത്രമാകില്ല. അവരെ കൊണ്ട് ചോരക്കളി നടത്തിയ വമ്പന്മാർ കൂടിയാകും നിലംപരിച്ചാകുക. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ മനസ്സമാധാനം ഇല്ലാതായിട്ട് കുറേ നാളുകളായി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ജിസ്നയുടെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത്. കണ്ണൂർ കേളകം സ്വദേശിനി ജിസ്ന ജീവനൊടുക്കു മുൻപ് എഴുതിയ കത്ത് ഭർത്താവ് ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ജിസ്നയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഭർത്താവ് ശ്രീജിത്തിനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ജിസ്നയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് ഉണ്ണിക്കുളത്ത് ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് 24-കാരിയായ ജിസ്നയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ജിസ്നയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീടിനുള്ളിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2 വരിയിലുള്ള കത്ത് കണ്ടെത്തിയത്. ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്,
അതിനുള്ള മനസമാധാനമില്ല എന്നാണ് കത്തിൽ എഴുതിയിട്ടുള്ളത്. എന്താണ് ജിസ്ന പറയാൻ ശ്രമിച്ചതെന്നതിന് വ്യക്തതയില്ലെന്ന് പോലീസ് പറഞ്ഞു. കത്ത് കസ്റ്റഡിയിലെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കി. 3 വർഷം മുമ്പാണ് ശ്രീജിത്തും ജിസ്നയും വിവാഹിതരാകുന്നത്. ഇവർക്ക് 2 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ഭർത്തൃമാതാവ് ജിസ്നയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഭർത്താവിനെയും കുടുംബത്തെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. ശൈശവ വിവാഹം ഈ രാജ്യത്ത് നിരോധിച്ചെങ്കിലും കേരളത്തിന് പുറത്ത് പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ നിയമവിരുദ്ധമായി കല്യാണം കഴിച്ച് കേരളത്തിലേക്ക് വന്നാൽ പിടിവീഴും കേട്ടോ. കണ്ണൂരിൽ 17-കാരി പ്രസവിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സേലം സ്വദേശികളായ 34-കാരനും പെൺകുട്ടിയും തമിഴ്നാട്ടിൽ വെച്ച് ആചാരപ്രകാരം വിവാഹിതരായവരാണ്. പിന്നീട് തൊഴിൽ തേടി ഇരുവരും കണ്ണൂരിലെത്തി. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെച്ച് പെൺകുട്ടി പ്രസവിച്ചതോടെ ഭർത്താവ് അറസ്റ്റിലായി. പോക്സോ വകുപ്പ് ചുമത്തിയാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് 17-കാരി പ്രസവിച്ചത്. പെൺകുട്ടിയും സേലം സ്വദേശിനിയാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ സേലത്ത് വെച്ച് വിവാഹിതരായവർ പിന്നീട് പാപ്പിനിശ്ശേരിയിൽ താമസിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വയസ്സ് ചോദിച്ചപ്പോൾ 17 എന്ന് പറഞ്ഞതോടെ പോലീസിൽ വിവരമറിയിച്ചു. ആശുപത്രി അധികൃതരുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വളപട്ടണം ഇൻസ്പെക്ടർ വിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ പോക്സോ കേസ് വകുപ്പ് പ്രകാരമാണ് കേസ്. സേലത്ത് വെച്ച് ആചാരപ്രകാരം വിവാഹിതരായെന്നാണ് പെൺകുട്ടിയും പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി സജിത്തിന് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്ക് യാതൊരു വെളിവുമില്ല. വീട്ടിലെത്തി ഭാര്യയെ തല്ലും, മക്കളെയും ഉപദ്രവിക്കും. കഴിഞ്ഞ ദിവസം ഇയാൾ മദ്യലഹരിയിലെത്തി കാട്ടിക്കുട്ടിയ പരാക്രമം ചെറുതൊന്നുമല്ല. ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കൊട്ടിയത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് യുവതി പരാതി നൽകിയത്. കേസിൽ ഭർത്താവ് സജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ സജിത്ത് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. ഭാര്യയെയും ഇയാൾ മർദ്ദിച്ചിരുന്നു. നിരവധി തവണ ബന്ധുക്കൾ ഇടപെടുകയും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് യുവതി സജിത്തിനെതിരെ പരാതി നൽകിയത്. കൊട്ടിയം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. തമിഴ്നാട്ടിൽ പോലീസും ക്രിമിനലുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലും കൊലപാതകവും ഇപ്പോൾ നിത്യസംഭവമാണ്. SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ തമിഴ്നാട് പോലീസ് വെടിവെച്ച് കൊന്നതാണ് ഒടുവിലത്തെ കേസ്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് സംഭവം. ആത്മരക്ഷാർത്ഥം വെടിവെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ വർഷം തമിഴ്നാട്ടിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണിത്.
പുലർച്ചെ തമിഴ്നാട്ടിലെ ഉദുമൽപെട്ടിലായിരുന്നു ഏറ്റുമുട്ടൽ കൊല. ചൊവ്വാഴ്ച രാത്രി SIയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി മണികണ്ഠനെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. മണികണ്ഠനെ പിടികൂടിയ ശേഷം കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്താൻ ചിക്കന്നൂരിനടുത്തുള്ള ഒപ്പാരു ഡാമിന് സമീപം എത്തിച്ചപ്പോഴായിരുന്നു അക്രമം. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണനെ അരിവാൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ പോലീസ് വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കൈക്കു പരിക്കേറ്റ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണൻ ചികിത്സയിലാണ്. ഗുഡിമംഗലത്തിനടുത്ത് മൂങ്ങിൽത്തൊഴുവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ട മണികണ്ഠൻ. ചൊവ്വാഴ്ച രാത്രി കുടുംബവഴക്ക് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ കുടിമംഗലം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ ഷൺമുഖവേലിനെ മണികണ്ഠനും അച്ഛൻ മൂർത്തിയും സഹോദരൻ തങ്കപാണ്ടിയും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. AADMK നേതാവും MLAയുമായ മഹേന്ദ്രന്റെ എസ്റ്റേറ്റിലായിരുന്നു സംഭവം. മണികണ്ഠന്റെ അച്ഛനും സഹോദരനും കീഴടങ്ങി. ആവർത്തിക്കപ്പെടുന്ന ഏറ്റുമുട്ടൽ കൊല വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ഈ വർഷം ഇത് 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണ് തമിഴ്നാട്ടിൽ. 2021 ശേഷം 18 ഏറ്റുമുട്ടൽ കൊലകളുണ്ടായി. ന്യൂസ് 18 തമിഴ്നാട്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കൊലക്കേസ് പ്രതികൾ പോലീസിന്റെ മുന്നിൽ വെച്ച് മദ്യപിക്കുന്ന നാടാണിത്. എന്നാൽ പിന്നെ റീൽസും വീഡിയോയും ചിത്രീകരിച്ചാൽ എന്താ കുഴപ്പമല്ലേ? കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളുടെ റീൽസ് ചിത്രീകരണം കോടതിക്ക് മുന്നിൽ വെച്ചായിരുന്നു. വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. ഓച്ചിറ സ്വദേശികളായ 8 പേരാണ് കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റിലായത്. സന്തോഷ് കൊലക്കേസിലെ വിചാരണ തടവുകാരായ അലുവ, അതുൽ, മനു എന്നിവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് റീൽസ് ആക്കിയതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വളപ്പിലെ റീൽസ് ചിത്രീകരണത്തിൽ ഓച്ചിറ സ്വദേശികളായ അമ്പാടി, റോഷൻ, ആനന്ദകൃഷ്ണൻ, അജിത്, ഹരികൃഷ്ണൻ, ഡിബിൻ, മണപ്പള്ളി സ്വദേശി മനോഷ്, അഖിൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതികളായ അതുൽ, മനു എന്നിവരെ കഴിഞ്ഞ മാസം 28-ന് കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയ്ക്കായി എത്തിച്ചിരുന്നു. പിടിയിലായ യുവാക്കൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രതികളുമൊത്ത് ദൃശ്യങ്ങൾ പകർത്തുകയും നിരോധിത വസ്തുക്കൾ അടക്കം കൈമാറുകയും ചെയ്തിരുന്നു. ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ റീൽസായി എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സുഹൃത്തിന് അപകടകരമായ സന്ദേശം നൽകി എന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പിടികൂടിയത്. ASP അഞ്ജലി ഭാവന IPSന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കിളികൊല്ലൂരിൽ ലഹരി കേസ് പ്രതിയെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഭാര്യ സ്കൂട്ടറിലെത്തി കടത്തിക്കൊണ്ടുപോയത് സിനിമാ സ്റ്റൈലിലായിരുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ചുള്ള ആ പോക്ക് അധികം നീണ്ടില്ല. സംസ്ഥാനം വിട്ടുള്ള പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് പ്രതികളെ പിടികൂടി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് അജു മൻസൂറും ഭാര്യ ബിൻഷയും പിടിയിലായത്. മുൻപും ലഹരിമരുന്ന് കേസിൽ പലതവണ പിടിക്കപ്പെട്ടവരാണ് ഇരുവരും. അജു മൻസൂറും ഭാര്യ ബിൻഷയും തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് പിടിയിലായത്. ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ്. കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമാണ് പ്രതികളെ പിടികൂടിയത്. ലഹരിമരുന്ന് കേസിൽ കരുതൽ തടങ്കിലാക്കാനാണ് പോലീസ് കഴിഞ്ഞ ദിവസം അജു മൻസൂറിനെ കസ്റ്റഡിയിലെടുത്തത്.
ഫോമുകളിൽ പ്രതിയെ കൊണ്ട് ഒപ്പിടിച്ചിരിക്കുകയാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടിയത്. സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയാണ് അജു മൻസൂറിനെ രക്ഷപ്പെടുത്തിയത്. പ്രതികൾക്കായി പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുൻപും ലഹരിമരുന്ന് കേസിൽ പലതവണ പിടിക്കപ്പെട്ടവരാണ് അജുവും ബിൻഷയും. പ്രതികളെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ഉപജീവന മാർഗം തേടിയാണ് ഇതര സംസ്ഥാനക്കാർ കേരളത്തിലെത്തുന്നത്. ഇവിടെ രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കും. എന്നാൽ ഇങ്ങനെയുള്ള അതിഥി തൊഴിലാളികളെ പോലും ചൂഷണം ചെയ്യുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. കോഴിക്കോട് കാട് വെട്ടാൻ കൊണ്ടുപോയി അതിഥി തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണുകളും കവർന്ന സംഭവത്തിൽ 2 പേർ പിടിയിലായി. വാഹനത്തിലെത്തി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുപോയ ശേഷമായിരുന്നു കവർച്ച. അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സംഘടിക്കുന്ന സ്ഥലത്തെത്തിയാണ് 3 അംഗ സംഘം കാട് വെട്ടാനെന്ന വ്യാജേന തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുപോയത്. പാതയോരത്തുള്ള ആളൊഴിഞ്ഞ പറമ്പ് കാട്ടിയ ശേഷം തൊഴിലാളികളോട് ജോലി തുടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. പണവും മൊബൈൽ ഫോണും വസ്ത്രങ്ങളുമൊക്കെ ഒരിടത്ത് വച്ചിട്ടായിരുന്നു ജോലി തുടങ്ങിയത്. ഉച്ചവരെ ജോലി ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാൻ പോകാനായി വസ്ത്രം തിരഞ്ഞപ്പോഴാണ് വസ്ത്രവും പണവും ഫോണുമെല്ലാം നഷ്ടമായതായി തൊഴിലാളികൾക്ക് മനസ്സിലായത്. തുടർന്ന് തൊഴിലാളികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് നടത്തിയ തെരച്ചിലിൽ എറണാകുളത്ത് നിന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആലപ്പുഴ സ്വദേശി അൻവർ, കൊല്ലം സ്വദേശി ഷാജിമോൻ എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു പ്രതിയായ ഹാരിസിനു വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വെയിറ്റ് ചെയ്യുന്ന കവലകളിൽ പോവുക, അവിടുന്ന് ആളുകളെ പണിക്ക് വിളിക്കുക, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുക. പണിയെടുത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ അവരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൊബൈൽ ഫോണോ പൈസയോ അല്ലെങ്കിൽ ബാഗോ ആയിട്ട് സ്ഥലം വിടാം. അതാണ് ഇവർ ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റിലുടനീളം കേസുകളുണ്ട്. ഇതേ മോഡസിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൊല്ലം സ്വദേശിയായ ഷാജിമോനും അതുപോലെ ആലപ്പുഴ സ്വദേശിയുള്ള അൻവറുമാണ്. കോഴിക്കോട് പന്തീരാങ്കാവിലും സമാന രീതിയിലുള്ള കവർച്ച പ്രതികൾ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി. കൂടുതൽ ഇടങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കരയിലെ ഒരു കവർച്ചാ കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും പണം അപഹരിച്ചു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. നെടുവത്തൂർ സ്റ്റാൻഡിലെ മണിക്കുട്ടൻ എന്ന ഓട്ടോ ഡ്രൈവറുടെ പണമാണ് മോഷ്ടാക്കൾ കവർന്നത്. കൊട്ടാരക്കര പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര നഗരഹൃദയത്തിൽ പട്ടാപ്പകലായിരുന്നു മോഷണം. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ പോയ 2 യുവാക്കൾ മണിക്കുട്ടന്റെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തത് കണ്ട് തിരികെ എത്തുകയും അതിലൊരാൾ മോഷണം നടത്തുകയുമായിരുന്നു. ഓട്ടത്തിൽ നിന്നും കിട്ടിയ 7350 രൂപയായിരുന്നു ഓട്ടോയുടെ ഡാഷ് ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഓട്ടം വിളിച്ച യാത്രക്കാരോടൊപ്പം സമീപത്തെ കടയ്ക്കുള്ളിൽ ആയിരുന്നതിനാൽ മണിക്കുട്ടനും മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല. തിരികെ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നും പണം നഷ്ടമായ വിവരം ഇയാൾ അറിയുന്നത്. അന്നേരം ഓട്ടം വന്നില്ല. 5 മണിക്ക് വേറെ പൈസ കൊടുക്കാൻ ഒരു 200 രൂപ അത് തുറക്കാൻ നേരത്താണ് തുറന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. പൈസ ഇല്ല. മണിക്കുട്ടൻ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഹൃദ്രോഗത്തിന് ചികിത്സയിൽ തുടരുന്ന മണിക്കുട്ടൻ ആശുപത്രി ആവശ്യങ്ങൾക്കും വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിനുമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ് അപഹരിക്കപ്പെട്ടത്. മണിക്കുട്ടന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 80 പേരെ അറസ്റ്റ് ചെയ്തു. MDMAയും കഞ്ചാവും അടക്കം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് 107 ഗ്രാം MDMA പിടികൂടിയ കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത് ഇരവിപുരം സ്വദേശി സക്കീർ ഹുസൈൻ. പുനലൂരിൽ 3 കിലോയോളം കഞ്ചാവുമായി 3 യുവാക്കളെ പിടികൂടി. മഞ്ഞ മൺകാല സ്വദേശി സുജിൻ, ഇളമ്പൽ സ്വദേശി ജോയൽ, ആയൂർ സ്വദേശി അഖിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ആലത്തൂർ വെങ്ങന്നൂരിൽ 2.6 കിലോ കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ. പിടിയിലായത് വെങ്ങന്നൂർ വാലിപ്പറമ്പ് സ്വദേശി ദീപു. അട്ടപ്പാടിയിൽ 200 കിലോയോളം ചന്ദനവുമായി കള്ളക്കടത്ത് സംഘം വനംവകുപ്പിന്റെ പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണമല സ്വദേശികളായ മുരളി, കുപ്പുസ്വാമി, സെന്തിൽ, കുമാർ, തങ്കരാജ്, വല്ലപ്പുഴ സ്വദേശി ഹുസൈൻ, വെള്ളിയമ്പുറം സ്വദേശി ഗഫൂർ അലി എന്നിവരാണ് പിടിയിലായത്. എടാ നീയൊരാണല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ കരയുന്നത്? ആണുങ്ങൾ കരഞ്ഞാൽ അയ്യേ എന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എന്താ പുരുഷന്മാർക്ക് കരയാൻ പാടില്ലേ? സങ്കടവും നിരാശയും വിഷമവും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ആണായാലും പെണ്ണായാലും കരയാതെ എല്ലാം ഉള്ളിലൊതുക്കിയാൽ ഉണ്ടാകുന്ന അപകടം ചെറുതല്ല കേട്ടോ. അത് പിന്നീട് നമ്മളെ വിഷാദ രോഗിയാക്കാം, പലരെയും ആത്മഹത്യയിലേക്ക് പോലും നയിക്കാം. കേരളത്തിൽ പുരുഷന്മാരിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നുവെന്നാണ് കണക്ക്. സംസ്ഥാനത്ത് ഒരു വർഷം 10,000-ലധികം ആത്മഹത്യാ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 80% ആണുങ്ങളാണ്. കൊച്ചി മെട്രോ റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി യുവാവ് ജീവനൊടുക്കിയ സംഭവമാണ് അതിലൊടുവിലത്തേത്. മലപ്പുറം സ്വദേശി നിസാറാണ് വടക്കേക്കോട്ടയിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ടിക്കറ്റ് എടുത്ത ശേഷം പ്ലാറ്റ്ഫോമിൽ കയറി റെയിൽവേ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമല്ല. സാമ്പത്തിക പ്രശ്നവും കുടുംബ കലഹവും പ്രണയ നൈരാശ്യവും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ജീവിതം കൈവിട്ട് പോകുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ആത്മഹത്യയല്ല. ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ ആരോടെങ്കിലും വിഷമവും പങ്കുവെച്ചാലോ മനസ്സ് ശാന്തമാകും. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.